പശ്ചിമ ബംഗാളിൽ BJP പുതുചരിത്രം കുറിച്ചിരിക്കുന്നു. ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ അധികാരത്തിലെത്തിയിരിക്കുന്നു. പ്രേക്ഷകർ കാണുന്നത് കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബംഗാളിൽ പുതുചരിത്രം പിറന്നിരിക്കുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായുള്ള സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ തുടങ്ങിയവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. BJP നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് BJP പ്രവർത്തകർ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിനായി, സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗവർണർ RN രവിക്ക് മുമ്പാകെയാണ് സുവേന്ദു അധികാരി സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. തുടർന്ന് മന്ത്രിമാർ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുകയാണ്. May I now request Shri Khudiram Tudu, Honorable Minister Designate, to rise and take oath before the Honorable Governor. സംസ്ഥാന മന്ത്രിയായി ഖുദിരാം ടൂട്ടു സത്യവാചകം ചൊല്ലാൻ പോകുന്നു. सोड़ा खुलेसा मोनेते किरियें हतावेदा ओना लेकाते तोलाकान भारत दिसोम रेना संविधान चेतान जीवी गाहिर मन आर मानत इन दोहया इन दो भारत रेना सामानी आर जुमित रुखिए दोह काती चला पश्चिम बांगला पनत रेना मीत मंत्री लेकाते इन्या आंगीभारिया को मन आर नीछोरा मोनेती कामी पुरेवा आर बतौर से बेगौर तरफ सिने दुलड़ से हाला हता बांग मोने काते ने होड़ चितान नोआ संविधान आर आरी को मना बताओ काते समझोस तीन कामिया इन चांदो बुंगा ᱧᱩᱛᱩᱢ ᱛᱮ किरियें हताविदें सोड़ा खुलेसा मोनेते किरियें हताविदें अन लेकाते तोलाकान भारत दिसोम रेना संविधान चेतान जीवी गाहिर मन आर मानत इन दोहया इन दो भारत रेना सामानी आर जुमित रुखिए दोह काती चला पश्चिम बांगला पनत रेना मीत मंत्री लेकाते इन्या आंगीभार को मन आर नीछोरा मोनेती कामी पुरेवा आर बतौर से बेगौर तरफ सुनी दुलड़ से हला हताव बांग कोने खातिर ने होड़ चितान नोआ संविधान आर आरी को मना बताओ कते समझ से तीन कामिया जोहार ഖുദിറാം ടുഡു ആണ് ഇപ്പോൾ സംസ്ഥാന മന്ത്രിയായി സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. 5 അംഗ മന്ത്രിസഭ, സുവേന്ദു അധികാരിക്ക് പുറമെ 5 പേർ കൂടിയാണിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, നിഷിത് പ്രമാണിക്, ഖുദിറാം ടുഡു, അശോക് കിർത്താനിയ എന്നിവരാണ് മന്ത്രിമാർ. May I now request Shri Nishit Pramanik, Honorable Minister Designate, to rise and take oath before the Honorable മന്ത്രിയായിരുന്നു Governor. നേരത്തെ കേന്ദ്ര സഹമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
ഇപ്പോൾ നിഷിത് പ്രമാണിക് ബംഗാൾ മന്ത്രിയായി സത്യവാചകം ചൊല്ലി അധികാരമേൽക്കാൻ പോവുകയാണ്. আমি নিশীথ প্রামাণিক ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও অনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব। পশ্চিমবঙ্গ রাজ্যের মন্ত্রীরূপে আমার কর্তব্যসমূহ নিষ্ঠাপূর্বক এবং বিবেকসম্মতভাবে নির্বাহ করিব এবং ভয় বা পক্ষপাত প্রীতি বা বিদ্বেষ রহিত হইয়া সকল শ্রেণীর জনগণের প্রতি সংবিধান ও বিধি অনুসারে ন্যায়াচরণ করিব। আমি নিশীথ প্রামাণিক ঈশ্বরের নামে শপথ করিতেছি যে পশ্চিমবঙ্গ রাজ্যের মন্ত্রীরূপে যে কোনো বিষয় যাহা আমার বিবেচনার জন্য আনিত হইবে বা আমি জ্ঞাত হইব তাহা ওই মন্ত্রীরূপে আমার কর্তব্যসমূহের যথাযথ নির্বাহের জন্য যেরূপ আবশ্যক হইতে পারে তদ্ব্যতিরিকে আমি প্রত্যক্ষ বা পরোক্ষভাবে কোনো ব্যক্তি বা ব্যক্তিগণের নিকট জ্ঞাপন করিব না বা প্রকাশ করিব না। മാണിക് നേരത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്നു. പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു. കേന്ദ്ര സർക്കാരിൽ നരേന്ദ്രമോദി സർക്കാരിൽ സഹമന്ത്രിയായി നിഷിത് പ്രമാണിക് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബംഗാൾ സംസ്ഥാന മന്ത്രിയായി സുവേന്ദു അധികാരി സർക്കാരിൽ മന്ത്രിയായി നിഷിത് പ്രമാണിക് സത്യവാചകം ചൊല്ലി അധികാരമേറ്റിരിക്കുന്നു. 5 അംഗ മന്ത്രിസഭ സുവേന്ദു അധികാരി ഉൾപ്പെടെ 6 പേർ മന്ത്രിസഭയിൽ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് തത്സമയം ചേരുന്നു ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ. ശ്രീനാഥ് ചന്ദ്രൻ, ബംഗാളിൽ പുതുചരിത്രം എഴുതിക്കൊണ്ട് BJP സർക്കാർ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റിരിക്കുന്നു. ഇന്ന് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജന്മനാൾ കൂടിയാണ്. ആ ദിവസമാണ് BJP സർക്കാർ അധികാരമേറ്റത് എന്ന സവിശേഷതയുണ്ട്. BJPയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ മഖൻലാൽ സർക്കാരിനെ ആദരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ചടങ്ങിന് തുടക്കം കുറിച്ചതും. ശ്യാമപ്രസാദ് മുഖർജിയുടെ മണ്ണിൽ BJP അധികാരത്തിലെത്തുന്നു എന്ന മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. എന്തൊക്കെയാണ് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ ചടങ്ങായി ഇത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറുന്നുണ്ട്. ഈ തുടക്കത്തിൽ തന്നെ പ്രധാനമന്ത്രി എത്തിയതിനു ശേഷം ദിലീപ് കുമാർ സൂചിപ്പിച്ച പോലെ 98-കാരനായ മഖൻലാൽ സർക്കാരിനെ ആദരിക്കുന്നു. അദ്ദേഹം മുതിർന്ന BJP നേതാവാണ്. ശ്യാമപ്രസാദ് മുഖർജിയോടൊപ്പം ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ പൊന്നാടയിട്ട് ആദരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കുന്ന പ്രധാനമന്ത്രിയെയും നമുക്ക് അവിടെ വെച്ച് കാണാൻ വേണ്ടി കഴിഞ്ഞു. മാത്രമല്ല BJPയുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഒരേ വേദിയിൽ അണിനിരക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, യോഗി ആദിത്യനാഥ് അടക്കമുള്ള, ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ള നേതാക്കളെയൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല അവരോടൊപ്പമുള്ള സഖ്യകക്ഷിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് സുനേത്ര പവാർ, ഒപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.